അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഒരു സംശയം ഉണ്ടായിരുന്നു. അതായത് നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴിക്കണമല്ലോ. അപ്പോൾ ഈ നായ തൊട്ടവനെ തൊട്ടാൽ അല്ലെങ്കിൽ നായ തൊട്ടതിനെ തൊട്ടാൽ അത് 7 പ്രാവശ്യം കഴിക്കണോ? അങ്ങനെ എൻ്റെ ഉദ്യോഗസ്ഥ ഒന്ന് പറഞ്ഞു തന്നത്. നായയോ പന്നിയോ, നായ പന്നിയിൽ നിന്നുണ്ടായ പിരിഞ്ഞ വസ്തുക്കളോ, നനവോടുകൂടെ ഈ വസ്തുക്കളുമായി വല്ലതും സ്പർശിച്ചാൽ അത് നജസാകുന്നതാണ്. അതിനെ 7 പ്രാവശ്യം കഴുകുകയും അതിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആവുകയും നിർബന്ധമാണ്. അപ്പോ നനഞ്ഞ കൈ കൊണ്ട് ഞാൻ നായയെ തൊട്ടാൽ എൻ്റെ ആ കൈ നജസായി. അതേ നനവ് കൊണ്ട് തന്നെ ഞാൻ മറ്റൊരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ, മുസാഫഹത്ത് കൊടുത്താൽ, അയാളുടെ കൈയും എൻ്റെ കൈ പോലെ നായ കൊണ്ട് മുഗല്ലളായ നജസായി. അതേ നനഞ്ഞ കൈ കൊണ്ട് അയാൾ മറ്റൊരാളുടെ കൈ പിടിച്ചാൽ ആ കൈയും നജസായി. നേരെ മറിച്ച് നനവില്ലാതെയാണ് തൊടുന്നത് എങ്കിൽ നജസേ ആകുന്നില്ല. ഞാൻ ഒരു നായയുടെ പുറത്ത് കൈവച്ചു, നായയുടെ പുറത്ത് നനവില്ലായിരുന്നു, എൻ്റെ കയ്യിലും നനവില്ലായിരുന്നു, ഒരു തെറ്റും ഇല്ല. ഒരു നായ എൻ്റെ അരികിലൂടെ നടന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കർച്ചീഫ് കൊണ്ട്, കർച്ചീഫിൽ നനവില്ല, നായക്കും നനവില്ല, അങ്ങനെ കർച്ചീഫ് കൊണ്ട് ആ നായയുടെ പുറത്ത് ഞാനൊന്ന് തട്ടി, കർച്ചീഫ് നജസാകുന്നില്ല. നനവില്ലാത്ത ഉണങ്ങിയ വസ്ത്രത്തിൽ നായയുടെ വാല് ചേർത്ത് പിടിച്ചുകൊണ്ട് നായ പോയി, നജസാകുന്നില്ല. നേരെ മറിച്ച് നായ ഒരു സാധനം മണത്ത് നോക്കിയാൽ മിക്ക സമയത്തും അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നാക്കിലും വായിലും നനവുണ്ടാകുമല്ലോ. എപ്പോഴും നായ നാക്ക് പുറത്തിട്ടിങ്ങനെ നടക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് മൂക്കിൻ്റെ ഭാഗത്തും മറ്റുമൊക്കെ നനവുണ്ടാകാനാണ് സാധ്യത. ആ നനവോട് കൂടെ തൊട്ടാൽ മാത്രമേ നജസാകൂ എന്ന് സാരം. അപ്പം ഞാൻ നനവോടുകൂടെ നായനെ തൊട്ടാൽ എൻ്റെ കൈ നജസായി. പക്ഷെ ഞാൻ എൻ്റെ കൈ ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഒരാൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തത് എങ്കിൽ അയാളുടെ കൈ നജസാകുന്നില്ല. എൻ്റെ കൈ കഴുകണം നിർബന്ധമാണ്, നജസാണെങ്കിലും ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയാലും ഞാൻ എൻ്റെ കൈ കഴുകൽ നിർബന്ധമാണ്. പക്ഷെ ഉണങ്ങിയ ശേഷമാണ് മറ്റൊരു വസ്തുവിനെയോ വ്യക്തിയെയോ തൊട്ടത് എങ്കിൽ അവിടെ നജസാകുന്നില്ല. ചുരുക്കത്തിൽ നനവോട് കൂടെ തൊട്ടാൽ അതും നജസായി, കഴുകൽ നിർബന്ധമാണ്. ആദ്യം തൊട്ടവനെ പോലെ തന്നെ ആ കൈ നനവോടുകൂടെ മറ്റൊരാൾ തൊട്ടാൽ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്. അതിലൊന്ന് മണ്ണ് ചേർക്കലും നിർബന്ധമാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ്